തീർച്ചയായിട്ടും നിലവാരം കളഞ്ഞോ എന്ന ചോദ്യത്തിന് നിലവാരം കളഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാൻ വസ്തുതകളിലേക്ക് എത്തിയാൽ ഇന്ന് എം.എൻ. കൗളിനെയും എസ്.എൽ. ഷാക്ടറിനെയും ഉദ്ധരിച്ചുകൊണ്ടാണ് സ്പീക്കർ നക്ഷത്രചിഹ്നമിടാത്ത ചോദ്യങ്ങളായി എന്തുകൊണ്ട് നക്ഷത്രചിഹ്നമിട്ട ചോദ്യങ്ങൾ എന്ന രൂപത്തിൽ പ്രതിപക്ഷം നൽകിയ 49 ചോദ്യങ്ങൾ തരം മാറ്റിയത് എന്നതിലൊരു വിശദീകരണമാണ് നൽകാൻ ശ്രമിച്ചത്. പക്ഷേ ആ വിശദീകരണം ദയനീയമായി പരാജയപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് കൗളിനെ അറിയാമല്ലോ, കൗൾ ആദ്യത്തെ ലോക്സഭാ സെക്രട്ടറി ജനറലാണ്, ഷാക്ടർ രണ്ടാമത്തെ സെക്രട്ടറി ജനറലാണ്. ഇവർ വളരെ കൃത്യമായി തന്നെ ഈ ലെജിസ്ലേറ്റീവ് പ്രൊസീജിയറിനെ കുറിച്ച് ആധികാരികമായ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, പാർലമെന്ററി പ്രൊസീജിയറിനെ കുറിച്ച് അധികായന്മാരാണ്. അപ്പോൾ അവർ തന്നെ പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പാർലമെന്ററി ജനാധിപത്യത്തിന് അന്തസ്സത്ത എന്ന് പറയുന്നത് നിർഭയമായി എല്ലാ അംഗങ്ങൾക്കും സംവദിക്കാൻ ഇടം നൽകുന്ന ഒരു ഇടമായിട്ടത് മാറണം എന്നുള്ളതാണ് ഈ കൗളിൻ്റെയും ഷാക്ടറിൻ്റെയും പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി തന്നെ പറയുന്നത്. ഇന്ന് യഥാർത്ഥത്തിൽ സ്പീക്കർ വിശദീകരിക്കാൻ ശ്രമിച്ചത് സ്പീക്കറുടെ തന്നെ കയ്യിലുള്ള കേരള ലെജിസ്ലേച്ചറിൻ്റെ തന്നെ റൂൾ ബുക്ക് ഉണ്ടല്ലോ, ആ റൂൾ ബുക്കിൻ്റെ 38 പ്രകാരമാണ് ചോദ്യം അനുവദിക്കാമോ അനുവദിക്കാൻ പാടില്ല അക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് സ്പീക്കറാണ്. ശരിയാണ്, സ്പീക്കറിന് ഒരു ചോദ്യം സഭയിൽ അനുവദിക്കണമോ അനുവദിക്കാൻ പാടില്ലേ എന്നതിലൊരു ഡിസ്ക്രിഷണറി പവർ ഉണ്ട്. പക്ഷേ ഡിസ്ക്രിഷണറി പവർ ഉണ്ട് എന്നതുകൊണ്ട് അദ്ദേഹം ഏതെങ്കിലും ചോദ്യങ്ങൾ അനുവദിക്കാതിരിക്കുന്നതോ നക്ഷത്രചിഹ്നമിട്ട ചോദ്യത്തെ നക്ഷത്രചിഹ്നമിടാത്ത ചോദ്യമായി തരം മാറ്റാനോ അദ്ദേഹത്തിന് ഏകാധിപത്യപരമായ സ്വേച്ഛാപരമായിട്ടുള്ളൊരു അവകാശമില്ല എന്നുള്ളതാണ്. വിവേചനപരം സ്വേച്ഛാപരമാകരുത് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം. എന്നാൽ ഇവിടെ എന്താണ് വിവേചനപരം? അതും ഈ റൂൾ ബുക്കിൽ തന്നെ പറയുന്നുണ്ടല്ലോ. 30ാമത്തെ സെക്ഷനിൽ ചട്ടം 30-ൽ പറയുന്നുണ്ട് എന്താണ് ഈ നക്ഷത്രചിഹ്നമിടാത്ത ചോദ്യങ്ങളും നക്ഷത്രചിഹ്നമിട്ട ചോദ്യങ്ങളും. ഏതൊക്കെ ചോദ്യങ്ങൾ നക്ഷത്രചിഹ്നമിടാൻ പാടില്ല? അതിലൊന്ന് വലിയ സ്ഥിതിവിവര കണക്കുകൾ ആവശ്യപ്പെടുന്ന വിഷയങ്ങൾ നക്ഷത്രചിഹ്നമിട്ട ചോദ്യങ്ങളായി വരരുത്. ഏതെങ്കിലും തരത്തിൽ സഭയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റായി ഒരു രേഖാമൂലം വെക്കേണ്ട ഒരു റിപ്പോർട്ടായി വരേണ്ട കാര്യങ്ങൾ ഒരിക്കലും സ്റ്റാർഡ് ക്വസ്റ്റ്യൻസായി വരരുത്. കാര്യം സാങ്കേതികമായ ഇതിന് ദൈർഘ്യം കൂടുമെന്നുള്ളത് കൊണ്ടാണ്. മറ്റൊന്നാണ് തദ്ദേശീയമായ വിഷയങ്ങൾ വരാൻ പാടില്ല. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ വിശദീകരിച്ചു. വ്യക്തിപരമായ ആരോപണങ്ങളോ വ്യക്തിപരമായ ഏതെങ്കിലും വിഷയങ്ങളോ ഉണ്ടാവുന്നതും സ്റ്റാർഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഭാഗമായി വരാൻ പാടില്ല. നക്ഷത്രചിഹ്നമിട്ട ചോദ്യങ്ങൾ വന്നാൽ എന്താ പ്രശ്നം? നക്ഷത്രചിഹ്നമിട്ട ചോദ്യങ്ങൾ വന്നാൽ 1 വാക്കാൽ മന്ത്രി മറുപടി നൽകണം, 2 അതിന് ഉപചോദ്യങ്ങളുണ്ടാവും, സപ്ലിമെൻ്ററി ചോദ്യങ്ങളുണ്ടാവും. നക്ഷത്രചിഹ്നം ഇടാത്ത ചോദ്യങ്ങളാണെങ്കിലോ രേഖാമൂലം നിങ്ങൾ എഴുതി വെച്ചാൽ മതി. പലപ്പോഴും കൊടുക്കുന്ന രേഖാമൂലമുള്ള മറുപടി നമ്മൾ റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം കൊടുക്കുമ്പോൾ കൊടുക്കുന്ന മറുപടി മാത്രമായിരിക്കും. വിവരമാകണമെന്ന് നിർബന്ധമില്ല. മറുപടി കൊടുക്കും, വിവരം കൊടുക്കണമെന്ന് നിർബന്ധമില്ല. മാത്രമല്ല അതിൽ ഉപചോദ്യങ്ങൾ ഉണ്ടാകുകയുമില്ല. 49 ചോദ്യങ്ങളും കേരളത്തെ മൊത്തം ബാധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് എന്നിരിക്കെ ഈ ചട്ടം 30 പ്രകാരം തദ്ദേശീയമല്ലാത്ത വ്യക്തിപരമല്ലാത്ത സ്ഥിതിവിവര കണക്കുകളല്ലാത്ത രേഖാമൂലം ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെക്കേണ്ടാത്ത ചോദ്യങ്ങളാണ് ഈ 49 എന്നിരിക്കെ അത് സ്വേച്ഛാപരമായിട്ടാണ് സ്പീക്കർ ഒരു തീരുമാനമെടുത്തത്. ആ സ്വേച്ഛാപരമായ തീരുമാനം രാഷ്ട്രീയമായ തീരുമാനം എന്ന നിലയിലാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. കാരണം ഭരണപക്ഷം എപ്പോഴൊക്കെ രാഷ്ട്രീയമായി പ്രതിസന്ധിയിലാകുന്നുണ്ടോ ആ ഘട്ടങ്ങളിലെല്ലാം എല്ലാ കാലത്തും UDF-ന്റെ കാലത്തടക്കം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും ഇതേപോലെ നക്ഷത്രചിഹ്നമിടാത്ത ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് സോളാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പല ചോദ്യങ്ങളും സഭയിൽ വരുമ്പോൾ അത് വളരെ പെട്ടെന്ന് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റിവെക്കുന്ന രീതിയുണ്ട്. ഇത് രാഷ്ട്രീയമായി ഭരണപക്ഷത്തെ സഹായിക്കാൻ വേണ്ടി പൊളിറ്റിക്കലായി സ്പീക്കർ എടുക്കുന്നൊരു തീരുമാനമാണ്. അപ്പോൾ നോൺ പാർട്ടിസാനായി തീരുമാനമെടുക്കേണ്ട സ്പീക്കർ രാഷ്ട്രീയമായ മനസ്സ് അപ്ലൈ ചെയ്തുകൊണ്ടെടുത്തൊരു തീരുമാനം എന്ന നിലയിലാണ് ഞാൻ ഇതിനെ കാണാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വേച്ഛാപരമായ തീരുമാനം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് നമുക്ക് വളരെ എളുപ്പം മനസ്സിലാവും. എന്താണ് അതിൻ്റെ കുഴപ്പം സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇന്നിപ്പോൾ ഭരണപക്ഷം പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതേ ചോദ്യങ്ങളല്ലേ അടിയന്തര പ്രമേയ ചർച്ചയിൽ ഉന്നയിക്കാമായിരുന്നത്? നിങ്ങൾ ചോദ്യോത്തര വേളയിൽ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉന്നയിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അടിയന്തര പ്രമേയത്തിൽ 2 മണിക്കൂർ ചർച്ചയിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ സമയം മുഴുവൻ ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നു. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. എന്നാൽ അടിയന്തര പ്രമേയ ചർച്ചയിൽ നിങ്ങൾക്ക് സംസാരിക്കാം, പക്ഷേ നിങ്ങൾക്ക് മറുപടി ആവശ്യപ്പെടാനും മറുപടിയിൽ നിങ്ങൾക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാനും കഴിയില്ല. നിങ്ങൾ സംസാരിച്ചു പോകുന്നതിന് കൃത്യമായ മറുപടി മറുപക്ഷത്തു നിന്നുണ്ടാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. സ്പെസിഫിക് ആയ ചോദ്യം, സ്പെസിഫിക് ആയ ഉത്തരം, അത് ഭരണപക്ഷത്തു നിന്ന് ലഭ്യമാകേണ്ടതുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ന് നിയമസഭയിൽ സംഭവിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സ്പീക്കർ ആ നിലയിൽ സ്വേച്ഛാപരമായ രാഷ്ട്രീയമായ മനസ്സോടുകൂടി പ്രവർത്തിച്ചു എന്നാണ് ഈ ചോദ്യങ്ങൾ തരംതിരിച്ചതുമായുള്ള എൻ്റെ വിലയിരുത്തൽ. രണ്ടാമത്തെ ഒരു കാര്യം,
ഇന്നിപ്പോൾ സഭയിൽ പരസ്പരം കൊമ്പുകോർത്തല്ലോ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സ്പീക്കറും. തീർച്ചയായിട്ടും ഈ 3 പേരും പരിധികൾ ലംഘിച്ചു എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. നിലവാരമില്ലാത്തയാളാണ്, അദ്ദേഹത്തിന് അഹന്തയുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പാർലമെൻ്ററി അഫയേഴ്സ് മിനിസ്റ്ററും മുഖ്യമന്ത്രിയും ആവർത്തിച്ചത്. കാപട്യത്തിൻ്റെ മൂർത്തീകരണമാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നു. തിരിച്ച് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിക്കുന്നു. മുഖ്യമന്ത്രി, ഞാൻ പ്രാർത്ഥിക്കുന്നയാളാണ്, എൻ്റെ പ്രാർത്ഥനയിൽ ഒരു അഴിമതിക്കാരനെ പോലെ, മുഖ്യമന്ത്രിയെ പോലെ ഒരു അഴിമതിക്കാരനും ഒരാളായി തീരരുത് എന്ന് പറയുന്നതും ശരിയല്ല. രണ്ടും ആ അർത്ഥത്തിൽ പരിധി വിട്ടുപോയി എന്ന് തന്നെ പറയാം. അതേപോലെയാണ് സ്പീക്കറുടെ ഭാഗത്തു നിന്നും. നിങ്ങൾ ആരാണിതിൽ പ്രതിപക്ഷ നേതാവ് എന്ന് ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ പ്രതിപക്ഷാംഗങ്ങളുടെ മുഴുവൻ ഓരോ നിയമസഭാ കക്ഷിക്കും അതിൻ്റേതായിട്ടുള്ളൊരു വിപ്പുണ്ടാവുമല്ലോ. ആ വിപ്പാണ് തീരുമാനിക്കുന്നത്. സഭയിൽ എങ്ങനെയാണ് നിങ്ങൾ പെരുമാറണം എന്ന് തീരുമാനിക്കുന്നതാണ്. എങ്കിൽ വിപ്പ് എവിടെ എന്ന് ചോദിച്ചാൽ മതി. പക്ഷേ ഇത് അങ്ങനെയല്ല ചോദിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് എവിടെ എന്നാണ് ചോദിക്കുന്നത്. അത് സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് വളരെ ഹ്യൂമിലിയേറ്റിംഗ് ആയി തോന്നിയിട്ടുണ്ടാവും. അത് പ്രതിപക്ഷ നേതാവ് ചോദ്യം ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ 2 കാര്യത്തിലും ഒരു വലിയ സഭയുടെ നിലവാരം കുറഞ്ഞു എന്നാണ് മനസ്സിലാവുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യത്തിൽ അതിൽ തീർച്ചയായും പറയേണ്ടത്, അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിരിക്കുന്ന പ്രതിപക്ഷത്തിന് സമയം നിശ്ചയിച്ച് നൽകി 12 മണി. നോക്കൂ, ഈ സഭ പിരിയുന്നത് എപ്പോഴാണ്? 11 മണിയാകുമ്പോൾ സഭ പിരിയേണ്ടി വരുന്നു. ആ 11 മണിക്ക് സഭ പിരിയേണ്ടി വരുന്ന സാഹചര്യം എങ്ങനെയുണ്ടാക്കി? ഈ വെല്ലിലേക്ക് പ്രതിപക്ഷാംഗങ്ങൾ ഇടിച്ചുകുത്തി വരുന്നു. ഇടിച്ചുകുത്തി വരാൻ ഒരു കാരണമുണ്ട്. അതാണ് ഈ എക്സ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഈ AP അനിൽകുമാറാണ് ഒരു കത്ത് കൊടുത്തിരിക്കുന്നത്. ആ കത്ത് പക്ഷേ സ്പീക്കർ തള്ളിക്കളഞ്ഞു. അതിനെ തുടർന്നാണ് ഈ എക്സ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായതോടുകൂടി പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കുന്നത്. പക്ഷേ നോക്കൂ, വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായൊരു വിഷയം, ഇന്ന് ഭരണപക്ഷത്തെയും ചോദ്യത്തിൻ്റെ മുൾമുനയിൽ നിർത്താവുന്ന വിഷയം, കേരളമെമ്പാടും ചർച്ച ചെയ്യുമായിരുന്ന മലപ്പുറം വിഷയം, എല്ലാ ചാനലുകളിലൂടെയും ലൈവായി അടിയന്തര പ്രമേയം തത്സമയം 2 മണിക്കൂർ ടെലികാസ്റ്റ് ചെയ്യുമായിരുന്ന വിഷയം, സഭാ TV ഒരുപക്ഷെ ഇടപെടാതിരിക്കുമായിരുന്നൊരു വിഷയം, അത് ഭരണപക്ഷം അംഗീകരിച്ചിട്ടും ചർച്ച ചെയ്യാനുള്ള ഒരു സുവർണ അവസരം നിർഭാഗ്യവശാൽ പ്രതിപക്ഷം പാഴാക്കി കളഞ്ഞു. എങ്ങനെ പാഴാക്കി? മാത്യു കുഴൽനാടൻ എവിടേക്കാണ് ഓടിക്കേറിയത്? മാത്യു കുഴൽനാടൻ വെല്ലിലേക്ക് മാത്രമല്ല ഡയസിലേക്ക് ഓടിക്കേറി, സ്പീക്കറുടെ ഡയസിലേക്ക് ഓടിക്കേറി വാച്ച് ആൻഡ് വാർഡ് തടയുന്ന അവസ്ഥയുണ്ടായി. അവിടെ നമ്മൾ നോക്കിയപ്പോൾ കോവളം MLA ഉണ്ട്, അൻവർ സാദത്തുണ്ട്. ഇവരെല്ലാവരും സ്പീക്കറുടെ ഡയസിലേക്ക് കയറുന്ന രീതിയിലേക്ക് വന്നു. മാത്രമല്ല സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് വലിയ രീതിയിലൊരു ബാനർ പിടിക്കുന്നത് കണ്ടു. അടുത്ത കാലത്ത് നമ്മൾ കണ്ടിട്ടില്ല. സ്പീക്കറുടെ മുഖം മറച്ചാൽ, നിങ്ങൾ ചെയറിനെ മറച്ചാൽ, അറിയാമല്ലോ, ഒരു പ്ലക്കാർഡ് പോലും ഉയർത്തിപ്പിടിക്കരുത് എന്നാണല്ലോ സഭയിലെ ചട്ടം. നമ്മൾ പലപ്പോഴും ലംഘിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും, കാരണം സ്പീക്കറുടെ കണ്ണുകൾ, സ്പീക്കറുടെ കാഴ്ച മറയ്ക്കുന്ന രീതിയിൽ ഒന്നും പാടില്ല. ഇരുന്നിട്ടും പ്രതിപക്ഷം അത് ചെയ്തു. ആ ഘട്ടത്തിലാണ് സബ്മിഷൻ ഉന്നയിച്ചിട്ടും ശ്രദ്ധ ക്ഷണിക്കൽ ഉന്നയിച്ചിട്ടും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും ബില്ല് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിട്ടും വളരെ പെട്ടെന്ന് തിടുക്കപ്പെട്ട് സഭാ നടപടികൾ വെട്ടിച്ചുരുക്കിയത്. കാരണം 12 മണിക്കാണ് അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി കൊടുത്തിരിക്കുന്നത്. ആ സമയം അത് ചർച്ചയ്ക്കെടുക്കാനുള്ള ഒരു സംയമനം പ്രതിപക്ഷം കാട്ടിയിരുന്നുവെങ്കിൽ, ആ പ്രതിഷേധത്തിന് ശേഷം വെല്ലിൽ വരെ ഇറങ്ങി, നടുത്തുളം വരെ ഇറങ്ങി, നടുത്തുളത്തിൽ നിന്ന് ആ പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിച്ച് അവർ സീറ്റുകളിലേക്ക് മടങ്ങിപ്പോയിരുന്നെങ്കിൽ, ഇതേപോലെ ബാനർ കൊണ്ട് സ്പീക്കറുടെ മുഖത്ത് മറയ്ക്കാതിരുന്നുവെങ്കിൽ, മാത്യു കുഴൽനാടൻ ഡൈസിലേക്ക് പോകാതിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ ഇന്ന് കേരളം ചർച്ച ചെയ്യുമായിരുന്നത് ആ വിഷയം ഏത് വിഷയമായിരുന്നു? മലപ്പുറം പരാമർശമായിരുന്നു. പക്ഷേ ആ വിഷയത്തിലുള്ളൊരു പ്രതിപക്ഷത്തിന് സംഭവിച്ചു എന്ന് ഇപ്പോൾ ഭരണപക്ഷം ട്രോളുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ അമാന ഗ്രൂപ്പിൻ്റെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഏതെങ്കിലും ഭരണപക്ഷത്തുള്ള MLA മാർ കുടുങ്ങാൻ സാധ്യതയുണ്ടോ? ഭരണപക്ഷത്തെ ശ്രദ്ധേയമായ ഒരു കക്ഷിയിലെ അംഗങ്ങൾ, ആദരണീയരായിട്ടുള്ള നേതാക്കൾ ഈ കടത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയിലെ ഒരു കക്ഷിയുടെ നേതാവ് തന്നെ ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തതിലെ ദൃശ്യങ്ങളുണ്ട്. ഇതൊക്കെ സഭയിൽ വരാനുള്ള സാധ്യത, അത് സ്വാഭാവികമായും പ്രതിപക്ഷവും ഭയന്നിട്ടുണ്ടാവാം എന്നാണ് ഭരണപക്ഷം ആരോപിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം പ്രതിപക്ഷം ഒരുക്കിക്കൊടുത്തു എന്നാണ്. അതുകൊണ്ട് തന്നെ ഭരണപക്ഷത്തിൻ്റെ പ്രകോപനത്തിൽ പ്രതിപക്ഷം വീണുപോയി. പ്രതിപക്ഷം വീഴാൻ പാടില്ലായിരുന്നു. സംയമനത്തോടുകൂടി മലപ്പുറം വിഷയത്തിൽ എന്തെങ്കിലും ഒരു തരം ആത്മാർത്ഥത പ്രതിപക്ഷത്തിനുണ്ടായിരുന്നെങ്കിൽ ആ പ്രതിഷേധം നടുത്തളത്തിൽ വെച്ച് അവസാനിപ്പിച്ച് സീറ്റുകളിലേക്ക് പോവുകയും അടിയന്തര പ്രമേയത്തിൻ്റെ ചർച്ച വരുന്ന സമയത്ത് സർക്കാരിനെതിരെ ആവനാഴിയിലെ ആയുധങ്ങൾ പ്രയോഗിച്ച് ആഞ്ഞടിക്കുകയുമാണ് വേണ്ടിയിരുന്നത്. നിർഭാഗ്യവശാൽ പ്രതിപക്ഷം അമ്പേ പരാജയപ്പെട്ടു. ആ ഘട്ടത്തിൽ, ആ തന്ത്രത്തിൽ ഭരണപക്ഷം ഒരുക്കിയ വാരിക്കുഴിയിൽ പ്രതിപക്ഷം വീണുപോയി എന്ന് തന്നെയാണ് എൻ്റെ ടേക്കും. അതുകൊണ്ട് ആ അർത്ഥത്തിലൊക്കെ ഇന്ന് സഭയിൽ നമ്മൾ കണ്ടത് നിലവാരം കളഞ്ഞു കുളിച്ചിരിക്കുന്ന നിയമസഭാ നടപടിക്രമങ്ങളാണ് ഇന്ന് സഭയിൽ നമ്മളെല്ലാം സാക്ഷ്യം വഹിച്ചത്. Meet the editors.